കൂറ്റൻ വിജയം നേടിയെങ്കിലും തൃശൂരേറ്റ കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് എത്തിച്ച് BJPക്കെതിരായ പോരാട്ടം എന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും തിരിച്ചടിയിൽ നിന്നും നേതൃത്വം മുക്തരായിട്ടില്ല. CPM BJP അന്തർധാരയാണ് മുരളീധരന്റെ പതനത്തിന് കാരണമായതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തോൽവിയെക്കുറിച്ച് പ്രതികരിച്ചത്. എന്നാൽ പരാജയത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് നേരെ ആരോപണം ഉയർത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനി താൻ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. പൊതുരംഗത്ത് നിന്നും വിട്ടുനിൽക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതോടെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം. മുരളീധരൻ പിണങ്ങിയാൽ അത് വലിയ തലവേദന ഉണ്ടാക്കുമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മുരളീധരനെ ചതിക്കുമെന്ന് സഹോദരി പത്മജ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തന്നോട് നേതാക്കൾ ചെയ്തത് തന്നെ സഹോദരനോടും ആവർത്തിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പരസ്യമായി സമ്മതിക്കേണ്ടി വരുമെന്നാണ് പത്മജ പറഞ്ഞത്. പത്മജയുടെ വാക്കുകൾ ആവർത്തിക്കുന്ന മുരളീധരനെയാണ് പരാജയത്തിന് പിന്നാലെ നടന്ന പത്രസമ്മേളനത്തിൽ കണ്ടത്. നേതൃത്വത്തിനെതിരെ മുരളീധരൻ ശക്തമായി തുറന്നടിക്കുകയായിരുന്നു. മത്സരിക്കാനുള്ള മൂഡ് നഷ്ടപ്പെട്ടുവെന്നും ഇനി പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ നരേന്ദ്രമോദി വന്നു. സുനിൽകുമാറിന് വേണ്ടി പിണറായി വിജയൻ വന്നു. എനിക്ക് വേണ്ടി ആകെ വന്നത് DK ശിവകുമാർ മാത്രമാണ്, അതും ഉച്ചവേലത്ത്. സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിന്നു. ഇനി ഒരു പദവിയിലേക്കും താനില്ല എന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നുമാണ് മുരളീധരന്റെ പ്രതികരണം. വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ സമാധാനിപ്പിക്കാൻ മണ്ണൂത്തിലെത്തിയ ജില്ലാ നേതാക്കളോടും അദ്ദേഹം അതിരൂക്ഷമായാണ് പെരുമാറിയത്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നേതൃത്വത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ മുരളീധരനെ സമാധാനിപ്പിച്ച് കൂടെ നിർത്താൻ തീവ്ര ശ്രമങ്ങൾ ഉണ്ടായേക്കും. അദ്ദേഹത്തിന് അർഹമായ പദവികൾ നൽകാനുമായിരിക്കും ആദ്യ ശ്രമം. UDF സംസ്ഥാന കൺവീനർ, KPCC അധ്യക്ഷ സ്ഥാനം, വയനാട് ലോക്സഭ സീറ്റ് എന്നീ 3 ഓഫറുകളായിരിക്കും മുന്നിൽ വെച്ചേക്കുക. MMSനെ മാറ്റി മുരളീധരനെ UDF കൺവീനറെ ആക്കിയാൽ അത് നേതൃത്വത്തിന് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലുമുണ്ട്. ആ സാധ്യതയായിരിക്കും പ്രധാനമായും പരിശോധിക്കുക.